അംഗങ്ങളായിട്ടുള്ള അനുബന്ധ സംഘടനകളുടെ ഭാരവാഹികൾ, മറ്റ് സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. ഈ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെടുന്ന റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ എന്നുള്ള നിലയിലാണ് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻസ് ഓഫ് കഴക്കൂട്ടം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു വേദി സൃഷ്ടിക്കപ്പെട്ടത് എന്നിവിടെ സൂചിപ്പിച്ചു. പൊതുവായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഓരോ റെസിഡൻസ് അസോസിയേഷനും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ ആ പ്രദേശത്തെ താമസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സുഖകരമായിട്ടുള്ള താമസം അത് ഉറപ്പുവരുത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ പൊതുവായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതോടൊപ്പം വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അതുകൂടി സാധ്യമാകുന്ന തരത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കഴക്കൂട്ടം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഉപനഗരമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുള്ള ഒരു പ്രദേശമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമാകുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമാകുമ്പോഴും കഴക്കൂട്ടത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അതേസമയത്ത് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. ഇത്തവണത്തെ ബജറ്റിൽ മിനി സിവിൽ സ്റ്റേഷൻ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇനിയും നടക്കേണ്ടത്. അതേസമയത്ത് ഏതാണ്ട് 80,000-ത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ടെക്നോ പാർക്ക് നമ്മുടെ ഈ പ്രദേശത്താണ്. ഇവിടെ നിന്ന് എല്ലാ ദിവസവും നിരവധി ആളുകൾ മറ്റ് നഗരങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോകുന്ന പ്രദേശമാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ യാത്രാ സൗകര്യം, ആ സൗകര്യം ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ബസ് ടെർമിനൽ, കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷന്റെ വികസനം, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ, ഇവിടെ ഉള്ള ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകൾ, ആ കുടുംബങ്ങൾക്ക് അല്പസമയം വൈകുന്നേരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്വതന്ത്രമായി ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുറസായിട്ടുള്ള പാർക്ക്, ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ, ഇതെല്ലാം കഴക്കൂട്ടത്തിന്റെ ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളോടൊപ്പമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മാധ്യമങ്ങളിലും വന്നിരുന്നു, കഴക്കൂട്ടം ജംഗ്ഷൻ ഒരു ഗതാഗത കുരുക്കിന്റെ, ഗതാഗത സിഗ്നൽ ഇല്ലാത്തതിന്റെ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്. മാധ്യമങ്ങളും ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ടായി. ജില്ലാ വികസന സമിതി യോഗത്തിൽ ഞാൻ ഈ വിഷയം ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ പ്രാഥമിക പഠനങ്ങൾ തുടങ്ങാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ എടുക്കുമായിരിക്കും. കാരണം അവർക്ക് ഒരു ട്രാഫിക്കിൻ്റെ സ്റ്റഡി നടത്തണം. എത്ര വാഹനങ്ങൾ ഏത് സമയത്തൊക്കെ ഏത് ഭാഗത്ത് നിന്ന് ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കുകൾ എടുക്കണം.